ചൂരൽമലയിൽ തിരച്ചിൽ പുരോഗമിക്കുന്നു. അവിടെ നിന്ന് സച്ചിൻ ചേരുന്നു. ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധനയടക്കം അവിടെ നടക്കുകയാണ്. സച്ചിൻ, അവിടുത്തെ തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഷമ്മി, ആറാം ദിനത്തിലും ശക്തമായ പരിശോധനയാണ് ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഗം, അതായത് ബെയിലി പാലത്തിന് സമീപത്ത് ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മണ്ണ് മാറ്റിയുള്ള ഒരു പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഭാഗത്ത് ഇപ്പോൾ ഡ്രോൺ പരിശോധന നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മൃതശരീരം ഉണ്ട് എന്നൊരു സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിറ്റാച്ചി ഈ ഭാഗത്തേക്ക് കൊണ്ടുവരികയും ഇവിടെ മണ്ണ് മാറ്റിയുള്ള ഒരു പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ ഭാഗത്ത് പരിശോധന നടത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഈ ഭാഗത്ത് കൂടിയായിരുന്നു ഈ ദുരന്തം ഉരുൾപൊട്ടൽ ഉണ്ടായ സമയം മുതൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടന്നത്. അതിനാൽ തന്നെ വലിയ രീതിയിൽ മണ്ണൊലിച്ചു വന്ന് ഇവിടെ കൂടിയിട്ടുണ്ട്. ഈ മൺകൂനകളൊക്കെ നീക്കിയുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ഹിറ്റാച്ചി ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. റിട്ടയർഡ് മേജർ ജനറൽ ജയപാലൻ്റെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് ഇപ്പോൾ പരിശോധന നടത്തി. ഇതിൻ്റെ ഭാഗമായി ഈ ഭാഗത്ത് മൃതശരീരങ്ങൾ ഉണ്ട് എന്നൊരു സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അതിന് പ്രധാന കാരണം ഈ ദുരന്തമുണ്ടായ സമയം മുതൽ ഈ ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം നടന്നത്. അതായത് ഉരുൾപൊട്ടലുണ്ടായ പുലർച്ചെ 1 മണി മുതൽ ആളുകളെ വടംകെട്ടിയും അതുപോലെ തന്നെ മറ്റു മാർഗങ്ങളിലൂടെയും കേരള പോലീസും കേരള ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങൾ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് ഈ ഭാഗത്തിലൂടെയായിരുന്നു. ഈ ഭാഗത്താണ് പിന്നീട് പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും സൈന്യത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ താൽക്കാലിക നടപ്പാലവും നിർമ്മിച്ചത്. അതിനാൽ ഈ ഭാഗത്തുള്ള ഒരു മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരടക്കം ദിവസവും നടന്നു പോകുന്ന ഒരു വഴിയിലാണ് ഇപ്പോൾ മണ്ണ് മാറ്റിയുള്ള ഒരു പരിശോധന നടത്തുന്നത്. ഈ ഭാഗത്താണ് ഡ്രോൺ 2 മൃതദേഹങ്ങൾ ഉണ്ട് എന്നൊരു സൂചനയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഭാഗങ്ങളിൽ ശക്തമായ രീതിയിൽ മണ്ണ് മാറ്റിക്കൊണ്ട് വലിയ രീതിയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് മാറ്റിയുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. ഹിറ്റാച്ചി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഹിറ്റാച്ചി ആ ഭാഗത്തെ മണ്ണുകൾ മാറ്റുകയാണ്. വളരെ ദുഃഖകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളം ആകെ സഞ്ചരിച്ച ഒരു പാതയാണ്. അത് ഒരു ഭൂമിക്കടിയിൽപ്പെട്ട ഒരു മൃതദേഹത്തിൻ്റെ മുകളിലൂടെ ചവിട്ടിക്കൊണ്ടാണ് നടന്നു പോയത് എന്നൊരു ദുഃഖകരമായ സങ്കടം കൂടി ഞാൻ ഈ നിമിഷത്തിൽ പങ്കുവെക്കുകയാണ്. കാരണം നമ്മുടെ ടീം കൈരളി ചാനലിൻ്റെ എല്ലാ അംഗങ്ങളും ഇതുവഴിയാണ്, മറ്റു മാധ്യമങ്ങൾ അടക്കം രക്ഷാപ്രവർത്തകരടക്കം നടന്നു പോകുന്നത് ഈ വഴിയിലൂടെയായിരുന്നു. ആ വഴിയിലാണ് ഇപ്പോൾ മണ്ണ് മാറ്റിയുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മേഖലയിൽ തന്നെയാണ് 2 സിഗ്നലുകൾ ഈ ഐബോർഡ് ഡ്രോൺ കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ ഇവിടെ മൃതദേഹം ഉണ്ട് എന്ന ഒരു ഉറപ്പിച്ച രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷമ്മി, സച്ചിൻ, മുണ്ടക്കൈയിലേക്ക് പോകുന്ന വഴിയായി ഉപയോഗിച്ച പ്രദേശത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഷമ്മി, തീർച്ചയായും. അതായത് ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ശേഷം രക്ഷാപ്രവർത്തനം നടത്തിയത് ഈ ഭാഗത്തൂടെയായിരുന്നു. ആ ഭാഗത്ത് വലിയ രീതിയിൽ മണ്ണ് അടിഞ്ഞുകൂടിയിരുന്നു. ആ മണ്ണുകൾക്ക് അടിയിൽ 2 പേരുടെ മൃതദേഹമുണ്ട് എന്നൊരു സൂചനയാണ് ഇപ്പോൾ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ആ ഭാഗത്തുള്ള മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ഉണ്ടായ അന്ന് മുതൽ ഈ ഭാഗത്തൂടെയായിരുന്നു. കാരണം ഇതിൻ്റെ മറുകരയിലാണ് ഒരു ആൽമരം ഉണ്ടായിരുന്നത്. ആ ആൽമരത്തിൽ സാഹസികമായി കേരള പോലീസിൻ്റെ ഫയർഫോഴ്സിൻ്റെ അടക്കം ഉദ്യോഗസ്ഥർ ആ ആൽമരത്തിൽ വടമടക്കം കെട്ടിയായിരുന്നു ആദ്യഘട്ടത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. ശക്തമായ കുത്തൊഴുക്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും അടക്കം സേനാ അംഗങ്ങൾ ചേർന്നുകൊണ്ട് ഈ പാലത്ത് ഇവിടെ ഒരു വടം കെട്ടിയായിരുന്നു ആദ്യം ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. ആ രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചത്. അതിനുശേഷമാണ് ഇവിടെ ഒരു നടപ്പാലം
ഉണ്ടാക്കിയത് ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്തൊരു നടപ്പാലം ഉണ്ടാക്കുകയായിരുന്നു. ആ നടപ്പാലം ഉള്ളതിനാൽ തന്നെ ഈ ഭാഗം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന ഈ 6-ാം ദിനം വരെ നടന്നിരുന്നില്ല. ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ഈ ഭാഗത്തൊരു സിഗ്നൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിനാൽ ഈ ഭാഗത്ത് മൃതദേഹങ്ങൾ ഉണ്ട് എന്ന ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മണ്ണ് മാറ്റിയുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ എല്ലാ വിധത്തിലുള്ള രക്ഷാപ്രവർത്തനം, അതായത് മുണ്ടക്കൈ മേഖലയിലേക്ക് പോകുക ഏക മാർഗമായിരുന്നു ഈ ചെറിയൊരു താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലം. ഇതുവഴിയാണ് മരമുറിക്കുന്ന മെഷീനും അതുപോലെ തന്നെ മറ്റ് തിരച്ചിലിനുള്ള ഉപകരണങ്ങളടക്കം എത്തിച്ചിരുന്നത്. മാത്രമല്ല രക്ഷാപ്രവർത്തനം നടത്തിയ ആ ആദ്യ ദിനങ്ങളിലൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. കാരണം പല ആളുകളെയും കയ്യിലേന്തിക്കൊണ്ടാണ് രക്ഷാപ്രവർത്തകർ ഈ ഭാഗത്തു കൂടെ നിരവധി പേരെ രക്ഷപ്പെടുത്തിയത്. അതിനാൽ തന്നെ അതിനുശേഷം നടന്ന പല തിരച്ചിലുകൾക്കും അതുപോലെ തന്നെ മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് അടക്കമുള്ള ഉപകരണങ്ങൾ ചുമരിലേന്തിക്കൊണ്ട് ആണ് മുകളിൽ മുണ്ടക്കൈ ഭാഗങ്ങളിലേക്കൊക്കെ പോയിരുന്നത്. ഈ ഭാഗത്തു കൂടിയാണ് നിരവധി ആളുകൾ ദിനംപ്രതി സഞ്ചരിച്ചതും. കാരണം ബെയിലി പാലം നിർമ്മിക്കുന്നത് വരെയുള്ള ഈ പുഴ മുറിച്ചു കടക്കാനുള്ള ഏക മാർഗമായിരുന്നു ഈ ഭാഗം. അതിനാൽ തന്നെ ആ ഭാഗത്താണ് മണ്ണ് മാറ്റിയുള്ള ഒരു പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷമ്മി, സച്ചിൻ, അതായത് കഴിഞ്ഞ 5 ദിവസമായി വഴിയായി ഉപയോഗിച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നീട് താൽക്കാലിക പാലവും ഒപ്പം തന്നെ ഈ ബെയിലി പാലവും വന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് കാര്യമായ ഒരു പരിശോധന, ഈ വഴിയായി ആദ്യ ഘട്ടത്തിൽ വഴിയായി ഉപയോഗിച്ച പ്രദേശത്ത് കാര്യമായ പരിശോധന നടന്നിരുന്നില്ല. അവിടെ ഇപ്പോൾ ഐബോർഡ് പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. ബോഡിയുടെ പാർട്ടുകളുണ്ട് എന്നുള്ള സൂചന ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് എന്നല്ലേ? തീർച്ചയായും ഷമ്മി, ആ ഭാഗത്ത് തന്നെയാണ് 2 സിഗ്നൽ ലഭിച്ചു എന്ന ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മണ്ണ് മാറ്റിയുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർമിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നിന്നും എത്തിച്ച ഐബോർഡ് റഡാറാണ് ഇത്തരത്തിൽ ഒരു 2 സിഗ്നൽ ആ ഭാഗങ്ങളിൽ ലഭിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്തെ മണ്ണ് മാറ്റിയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ ഭാഗത്തും പരിശോധന നടത്താൻ വേണ്ടി സാധിച്ചില്ല. അത് ഈ പുഴ മുറിച്ച് കടന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്താനുള്ള ഏക സഞ്ചാര മാർഗമായിരുന്ന പാതയിലാണ് ഇപ്പോൾ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഭാഗത്ത് ഒരു മൃതദേഹത്തിൻ്റെ സാന്നിധ്യമുള്ളതായി ഡ്രോൺ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ നിലവിൽ ബെയിലി പാലം നിർമ്മിച്ചതിനാൽ ഇപ്പോൾ സഞ്ചാരമാർഗത്തിനായി ഈ ഭാഗം വലിയ രീതിയിൽ ആശ്രയിക്കുന്നില്ല. എന്നാൽ ഈ ഭാഗത്തെ മണ്ണ് മാറ്റിയുള്ള ഈ സിഗ്നൽ ലഭിച്ചതിനാൽ ഈ ഭാഗത്തെ മണ്ണ് മാറ്റിയുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ദില്ലിയിൽ നിന്നും ഫ്ലൈറ്റ് മാർഗമായിരുന്നു ഈ ഐബോർഡ് റഡാർ ഇവിടെ എത്തിച്ചത്. അതിനാൽ തന്നെ ഇന്ന് ഉച്ചയോടുകൂടെ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ ഈ ഐബോർഡ് റഡാർ ഉപയോഗിച്ച് നടത്തുന്നുണ്ട്. കാരണം 3 മീറ്ററിലധികം താഴെയുള്ള മനുഷ്യൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഈ ഐബോർഡ് റഡാറിലൂടെ സാധിക്കും. അതിനാൽ ഐബോർഡ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് ഈ ചൂരൽമല ഭാഗത്താണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള പോലീസിൻ്റെ ഒരു തണ്ടർബോൾട്ട് സംഘവും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നുണ്ട്. റിട്ടയർഡ് മേജർ ജയപാലിൻ്റെ നേതൃത്വത്തിലാണ് ഐബോർഡ് റഡാറിൻ്റെ പരിശോധന നടത്തുന്നത്. അതിൽ ഈ സ്വകാര്യ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ തണ്ടർ ബോൾട്ട് സംഘങ്ങളും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. ആ സമയത്താണ് ഇന്ന് വൈകിട്ടോടുകൂടി ഈ ഭാഗത്തൊരു മൃതദേഹത്തിൻ്റെ സിഗ്നൽ ലഭിച്ചത്. അതിനാൽ മണ്ണ് മാറ്റിയുള്ള ഒരു പരിശോധന ഇപ്പോൾ ഈ ചൂരൽമല ഭാഗത്ത് താൽക്കാലിക നടപ്പാലം, അതായത് ബെയിലി പാലത്തിനും താൽക്കാലിക നടപ്പാലത്തിനും ഇടയിലുള്ള ഭാഗത്തുള്ള മണ്ണ് മാറ്റിയുള്ള പരിശോധന പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏക സഞ്ചാര മാർഗം കൂടിയായിരുന്നു ഈ ഭാഗം. ഇതുവഴിയായിരുന്നു ബെയിലി പാലം നിർമ്മിക്കുന്നത് വരെയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചത്. വലിയ രീതിയിൽ ഉരുൾപൊട്ടലുണ്ടായ സമയം മുതൽ വടം കെട്ടിയുള്ള രക്ഷാപ്രവർത്തനം, ഒരു താൽക്കാലിക പാലം നടപ്പാലം നിർമ്മിച്ചുള്ള രക്ഷാപ്രവർത്തനവും ഇതുവഴിയാണ് നടന്നുകൊണ്ടിരുന്നത്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള കട്ടർ അതുപോലെ തന്നെ മറ്റ് മണ്ണ് മാറ്റുന്ന ഉപകരണങ്ങളടക്കം ഇതുവഴി ചുമരിലേന്തിയായിരുന്നു മുണ്ടക്കൈ ഭാഗത്തേക്ക് ആളുകൾ എത്തിച്ചിരുന്നത്. അതിനാൽ തന്നെ ഈ ഭാഗത്ത് മറ്റ്
തിരച്ചിലുകൾ നടത്താൻ വേണ്ടി സാധിച്ചില്ല. ഇപ്പോൾ ഈ ഭാഗത്തെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഷമ്മി. തീർച്ചയായും സച്ചിൻ, ഇനി ഏതാണ്ട് 205 പേരെയാണ് നമുക്ക് ഇനിയും കണ്ടെത്താനായിട്ടുള്ളത്. അത് അവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ പ്രവർത്തനങ്ങൾ പല ഭാഗങ്ങളിലായി ഊർജിതമായി തന്നെ നടക്കുന്നു. അപ്പോഴാണ് ഈ ഐബോർഡ് പരിശോധനയിൽ 2 സിഗ്നലുകൾ ലഭിച്ചിട്ടുള്ളത്. ഈ ചൂരൽമല ഭാഗത്താണ് ഈ സിഗ്നലുകൾ ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഈ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് മറ്റും ഒരു പുഴ കടന്ന് പോകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരു താൽക്കാലിക പാലം, കവുങ്ങും മറ്റും ഉപയോഗിച്ചൊരു താൽക്കാലിക പാലമാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തകർ ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് ബെയിലി പാലം വന്നു. അപ്പോൾ ഈ പാതയായി ഉപയോഗിച്ചിരുന്ന പ്രദേശത്ത് കാര്യമായ തിരച്ചിൽ നടന്നിരുന്നില്ല എന്നുള്ളതാണ് സച്ചിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഭാഗത്താണ് ഇപ്പോൾ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ഈ ഒഴുകി വന്ന മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ ഈ ഭൂമിക്കടിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ സിഗ്നലിലൂടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തിരച്ചിൽ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ JCB ഉപയോഗിച്ച് അവിടെ തിരച്ചിൽ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.